കൊപ്പത്ത് നിന്ന് ഒരു പറ്റം യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു വീട്ടിൽ. അവർ പറഞ്ഞത് കൊപ്പത്തെ യുമ്മി എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പുണ്ട്, അത് ഫ്രാഞ്ചൈസി യമ്മി. അത് രണ്ട് വിധത്തിലും പറഞ്ഞിട്ടുണ്ട്, യുമ്മി എന്നും പറഞ്ഞിട്ടുണ്ട്, യമ്മി എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞോളി. അല്ല, രണ്ട് വിധത്തിലും അത് പറയുന്നുണ്ട്. യമ്മി, യുമ്മി അല്ല യമ്മി. എനിക്ക് ഈ കടകളുടെ പേര് അംബ്രല എന്നൊക്കെ പറഞ്ഞ മാതിരി ആണ്. അപ്പൊ അതിന്റെ കൊപ്പത്തെ ഫ്രാഞ്ചൈസി PK ഫിറോസും കൂടി ഷെയർ ഉള്ളതാണ് എന്ന് അവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് എന്നോട് പറഞ്ഞത്. കാരണം അവിടെ ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിന്റെ ഓണറെ പോയി കണ്ടത് ഫിറോസാണ്, സംസാരിച്ച് അഗ്രിമെന്റ് ആക്കിയത് ഫിറോസാണ്, പഞ്ചായത്തിൽ പോയിട്ട് ലൈസൻസ് വേറൊരാളുടെ പേരിൽ എടുത്തത് ഫിറോസാണ്. പിന്നെ മാത്രമല്ല, ആ പരിപാടിക്ക്, അതിന്റെ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചത്, ലീഗിന്റെയും ലീഗ് അല്ലാത്ത പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ ക്ഷണിച്ചത് ഇദ്ദേഹമാണ്. അത് കൊപ്പത്ത് പോയിട്ട് ആരോട് ചോദിച്ചാലും അറിയാൻ വേണ്ടി സാധിക്കും. യമ്മി ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി, അത് തിരുനാവായക്കാരനായിട്ടുള്ള ഒരാളുടെ പേരിലാണ്. ഇദ്ദേഹം ഫിറോസിന്റെ ബിസിനസ് പാർട്ട്ണറാണ് എന്ന് പറയുന്നു. മുഹമ്മദ് അഷ്റഫ്, വെള്ളടത്ത് ഹൌസ്, നിയർ ടോൾ ബൂത്ത്, PO തിരുനാവായ. ഒരു പുത്തൻ പണക്കാരനാണ് മൂപ്പരാണ്. കൊപ്പത്തെ എമ്മിയുടെ ലൈസൻസി. പക്ഷെ അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇദ്ദേഹമാണ്. ഫിറോസിന്റെതാണ് കട എന്നാണ് കൊപ്പത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുക. ഞാനും പോയിരുന്നു അവിടെ പോയിട്ട് എമ്മിയിൽ കയറി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു. പൈസ കൊടുത്ത് പോന്നു കേട്ടോ, പൈസ കൊടുക്കാതല്ല, പൈസ ഒക്കെ കൊടുത്ത് പോന്നു. അവിടെ എന്റെ കൂടെ 2-3 യൂത്ത് ലീഗുകാർ, ഇപ്പൊ ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ ഓൽക്കൊരു സംശയം, എന്തിനാപ്പോ മൂപ്പര് ഇവിടെ വന്നിക്കണെന്നുള്ള നിലക്ക് ഓലും വന്നിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ട് നാസർ, ഞാൻ ഓനോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ വരുന്നുണ്ട്, ഈ അവിടെ വായൊന്നു വെറുതെ പറഞ്ഞിരുന്നു. ഓനും വന്നിരുന്നു. പിന്നെ അതിന് ശേഷം യൂത്ത് ലീഗിന്റെ ആളുകളൊക്കെ ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നിരുന്നു. അപ്പൊ എന്നോട് അപ്പൊ തന്നെ ഓലിങ്ങനെ പറഞ്ഞ് കുടിക്കടം പകർത്താൻ വേണ്ടി വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് പകർത്തി നോക്കുക, എന്താണിപ്പോ. ഞാനും യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഇരുന്നതാണല്ലോ, ഞാനും ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞമ്മക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ പുതിയ വല്ല സാമ്പത്തിക സഹായം ഇപ്പൊ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര് ഇങ്ങനെ ആർഭാട ജീവിതം നയിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യാതൊരു വരുമാനം ഇല്ലാത്ത ആളുകൾ കോടിക്ക് മുകളിലുള്ള പണം ചെലവഴിച്ച് വീടുകൾ, വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു, സ്ഥലമെടുക്കുന്നു, ബിസിനസ്സുകൾ നടത്തുന്നു. ഇവരുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? അദ്ദേഹത്തിന്റെ പിതാവ് ഒരു KSRTC റിട്ടയർഡ് ഡ്രൈവറാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ എവിടെ നിന്ന് ലഭിക്കുന്നു ഇതൊക്കെ നടത്താൻ? 5.25 ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. കമ്പനിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കൊരു ജോലി ആ കമ്പനി തരുവാണാവോ? ഇനി നമ്മളെ ഹരീഷ് വാസുദേവന്റെ അച്ഛനേറ്റ് അവിടെ, അദ്ദേഹമാണോ ഇതിന്റെ ഓണർ എന്നും അറിയില്ല. മൂപ്പർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തത് ഹരീഷ് വാസുദേവന്റെ അച്ഛനാണെന്ന് ഹരീഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. 10-16 സെന്റ് സ്ഥലേ. അപ്പൊ നോക്കുമ്പോ ഇതിൽ കടം കൊടുക്കാനുള്ളത് നമ്മളെ 1 ലക്ഷം ഉറുപ്പ്യുള്ളൂ. 1 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് എന്താണ് 10-15 സെന്റ് സ്ഥലം ഹൈവേയുടെ ഓരത്ത് വാങ്ങാൻ കിട്ടുമോ?